Good morning all. We already studied in the previous sessions angular momentum, inertia tensor and the kinetic energy of the rotating rigid body. And also we construct the equations for the components of angular momentum Jx, Jy and Jz. And the equations are Jx equal to Ixx omega x plus Ixy omega y plus Ixz omega z. Jy equal to Iyx omega x plus Iyy omega y plus Iyz omega z. And Jz is equal to Izx omega x plus Izy omega y plus Izz omega z. ഇങ്ങനെ നമുക്ക് മൂന്ന് കമ്പോണൻസ് ആയിട്ട് ആംഗുലാർ മൊമെൻറ്റത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. Then these equations can be written in the form of a matrix as J1, J2, J3. That means Jx, Jy, Jz നമ്മൾ J1, J2, J3 എന്ന് എഴുതിയതാണ്. Equal to I11, I12, I13, I21, I22, I23, then I31, I32 and I33 into omega 1, omega 2 and omega 3. ഈ ഇക്വേഷനെ നമുക്ക് മെട്രിക്സ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിച്ചത് കാരണം ഓർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യാസിനെ നമ്മൾ ഒരു മെട്രിക്സിലെ ഈച്ച് എലമെൻറ്റ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഈസ് നോൺ ആസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ടെൻസർ. ദെൻ നമ്മുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ടെൻസറിലെ ഓഫ് ഡയഗണൽ എലമെൻസിനെല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി നമുക്കുള്ള കമ്പോണൻസ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? Ixx 0 0, then 0 Iyy 0, then 0 0 Izz. ഇത്രയും കമ്പോണൻസേ ഉണ്ടായിരിക്കുള്ളൂ. ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് മീൻസ് ഡയഗണൽ അല്ലാത്ത ബാക്കി എലമെൻറ്റ്സിനെല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഓർ പ്രോഡക്റ്റ് ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻസ്, ഡിഫറെൻറ്റ് കമ്പോണൻസിന് പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഇപ്പോൾ Ixy അല്ലേ ഇവിടെ വരുന്ന രണ്ട് കമ്പോണൻസ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന ടേമുകളെല്ലാം എലിമിനേറ്റ് ചെയ്ത് സെയിം കമ്പോണൻസ് വരുന്ന ടേംസിനെ മാത്രം നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്തു. സോ ഇനി നമുക്ക് നോക്കാം, ഇങ്ങനെ നമ്മുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ടെൻസറിനെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഈ ഒരു മെട്രിക്സ് ഫോമിന് നമുക്ക് മൂന്ന് കമ്പോണൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഓർ അതിനെ നമ്മൾ മൂന്ന് കാറ്റഗറീസ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് കാറ്റഗറി Ixx ഈക്വൽ ടു Iyy ഈക്വൽ ടു Izz ആണെങ്കിൽ, മൂന്ന് എലമെൻസും സെയിം ആണെങ്കിൽ ഓർ മൂന്ന് മൊമെൻ്റ് ഓഫ് ഇനേഷ്യാസും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഫോം ഓഫ് അല്ലെങ്കിൽ ഈ ഒരു ബോഡീനെ നമ്മൾ പറയുന്ന പേരാണ് സ്ഫെറിക്കൽ ടോപ്പ് മോളിക്യൂൾ. സ്ഫെറിക്കൽ ടോപ്പ്. ഇനി അടുത്ത കാറ്റഗറി Ixx ഈക്വൽ ടു Iyy നോട്ട് ഈക്വൽ ടു Izz ആണെങ്കിൽ നമ്മളതിന് സിമ്മട്രിക് ടോപ്പ് എന്ന് പറയും. അതായത് രണ്ട് മൊമെൻ്റ് ഓഫ് ഇനേഷ്യാസ് സെയിം ആണ്, ഒരെണ്ണം ഡിഫറൻ്റ് ആണ്. ഇനി അടുത്ത കാറ്റഗറി Ixx ഈക്വൽ ടു Iyy ആൻഡ് Izz ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന് നമ്മൾ ലീനിയർ മോളിക്യൂൾ എന്ന് പറയും. നാലാമത്തെ കാറ്റഗറി Ixx നോട്ട് ഈക്വൽ ടു Iyy നോട്ട് ഈക്വൽ ടു Izz ആണെങ്കിൽ നമ്മളതിനെ അസിമെട്രിക് ടോപ്പ് എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ദാറ്റ് ഈസ് ഐഗൺ വാല്യൂസ് ഓഫ് ദ ഇനേഷ്യ ടെൻസർ ആൻഡ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ട്രാൻസ്ഫോർമേഷൻ. If we choose the axis of the coordinate system fixed in the body with respect to which the off diagonal elements disappear. ഈ ഒരു കേസാണ്. ഓഫ് ഡയഗണൽ എലമെൻറ്റ്സിനെ നമ്മൾ ഡിസപ്പിയർ ചെയ്തു ആൻഡ് only the diagonal elements remain in the inertia tensor. Then such axes are called principal axis of the body and the corresponding moment of inertia is known as the principal moment of inertia. Principal axis എന്ന് പറഞ്ഞാൽ for any body of any shape and mass distribution
It is always find a set of 3 orthogonal axes such that the product of inertia vanishes. Such axes are called the principal axis, or the tensor of inertia with respect to principal axis has diagonal form. അപ്പം പ്രിൻസിപ്പൽ ആക്സസിന് അസോസിയേറ്റ് ചെയ്ത് ഓർ അതിനെ എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ടെൻസറിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡയഗണൽ ഫോം ആയിരിക്കും, ഓർ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളൂ. In general, the direction of the principal axes are different to those of arbitrary axes fixed in the body. Then consider the moment of inertia tensor in the diagonal form as I prime is equal to I1 0 0 0 I2 0 0 0 I3, Ixx is equal to I1, Iyy is equal to I2, Izz is equal to I3. നമ്മളതിനെ ഒന്ന് മാറ്റി എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിനെ എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ടെൻസറാണ് ഇത്, ഈ കാണിച്ചിരിക്കുന്ന മെട്രിക്സ് ഫോം. ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന 3 മൊമെൻ്റ് ഓഫ് ഇനേർഷ്യാസ് ആണ് I1, I2 ആൻഡ് I3. If ω1, ω2 ആൻഡ് ω3 ആർ ദ കമ്പോണൻസ് ഓഫ് ഒമേഗ ആൻഡ് J1, J2, J3 ആർ ദോസ് ഓഫ് J എബൌട്ട് ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പം I1, I2, I3 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യാസ് ആണെങ്കിൽ തീർച്ചയായിട്ടും J1, J2, J3 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ആംഗുലാർ മൊമെൻ്റം ആണ്. ഓർ വി ഒബ്റ്റെയിൻ J1, J2, J3 ഈക്വൽ ടു I1 0 0 0 I2 0 0 0 I3 ഇൻറ്റു ω1, ω2, ω3. ഇപ്പോൾ ഇങ്ങനെ മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. J is equal to I ഒമേഗ നമുക്ക് ഓൾറെഡി അറിയാം. ഓർ J1 is equal to I1 ω1, J2 is equal to I2 ω2 ആൻഡ് J3 is equal to I3 ω3. Thus, in general, if a rigid body is rotating about a principal axis, the angular momentum and the angular velocity omega are directed along that particular principal axis. അത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. റിജിഡ് ബോഡി പ്രിൻസിപ്പൽ ആക്സിസിന് എബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം ജെയും അതുപോലെ തന്നെ അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗയും ഡയറക്റ്റഡ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആയിരിക്കും. Vector J is equal to I into omega, where I is a scalar being the moment of inertia about this axis. Another expression for kinetic energy is already നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. T is equal to 1/2 omega dot J, or J is equal to I omega അല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That's equal to 1/2 into I omega square. That is, the angular momentum J and the angular velocity omega are along a particular axis, and hence we will have 3 components along the axis of any arbitrary coordinate system. That is, നമ്മുടെ ഇക്വേഷൻ T is equal to 1/2 I omega square, or J is equal to JXI plus JYJ plus JZK, which is equal to എന്താണ് I ഇൻറ്റു ഒമേഗയുടെ കമ്പോണൻസ്. ദാറ്റ് ഈസ് ഒമേഗ XI പ്ലസ് ഒമേഗ YJ പ്ലസ് ഒമേഗ ZK, where I, J, K are the unit vectors along X, Y and Z axis respectively. Then we can written as Jx equal to Ixx omega x plus Ixy omega y plus Ixz omega z, which is equal to I omega x. Jx equal to I omega x ആണ്. Or Jy is equal to Iyx omega x plus Iyy omega y plus Iyz omega z equal to I omega y, and Jz is equal to Izx omega x plus Izy omega y plus Izz omega z is equal to I omega z. That is our equation number 1. Then നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യാസ് I1, I2 ആൻഡ് I3 കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻ,
ഈ മോളിൽ കാണിച്ചിരിക്കുന്ന ഈ ഇക്വേഷൻ്റെ അകത്ത് ഒമേഗ എക്സ് ഒമേഗ വൈ ആൻഡ് ഒമേഗ ഇസഡ് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ആണെങ്കിൽ ഓർ അതിൻ്റെ സൊല്യൂഷൻ 0 അല്ലാത്ത ഒരു ആൻസർ ആണെങ്കിൽ നമുക്ക് ഡിറ്റർമിനൻ്റ് ഫോമിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഐയുടെ വാല്യൂസ് ഡിറ്റർമിനൻ്റ് ഫോമിൽ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ മെട്രിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 0 1 -2 -3 ആണെന്ന് കരുതുക നമ്മുടെ മെട്രിക്സ്. ദെൻ നമുക്കിതിൻ്റെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡിറ്റർമിനൻ്റ് ഫോമിൽ എഴുതിയിട്ട് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഓർ ഡിറ്റർമിനൻ്റ് എ മൈനസ് ലാംഡ ഇൻറ്റു ഐ ഇസ് ഈക്വൽ ടു 0 എന്ന ഡിറ്റർമിനൻ്റ് നൊട്ടേഷൻ. ഓർ എ എന്ന് പറയുന്നത് ഈ മെട്രിക്സ് ആണ്, ഐ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മെട്രിക്സ് ആണ്. യൂണിറ്റ് മെട്രിക്സിനെ നമ്മൾ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? ഇത് 2/2 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് ലാംഡ 0 0 ലാംഡ. യൂണിറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 0 0 1. അതിനെ നമ്മൾ ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് പ്രോഡക്റ്റ് അല്ലേ? ദാറ്റ് ഈസ് ലാംഡ 0 0 ലാംഡ. ഇനി എന്താ ചെയ്യുന്നത്? എ മൈനസ് ദിസ് മെട്രിക്സ് എ 0 1 -2 -3. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് എലമെൻറ്റിനോട് മൈനസ് ലാംഡ കൊടുക്കണം. ഇവിടെ മൈനസ് ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഫോമിൽ എഴുതണം. ദാറ്റ് ഈസ് മൈനസ് ലാംഡ 0 മൈനസ് ലാംഡ 1 അതുപോലെ തന്നെ -2 ദെൻ -3 മൈനസ് ലാംഡ. ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ലാംഡയിലുള്ള ഒരു പോളിനോമിയൽ ഫോമിലുള്ള ഒരു ഇക്വേഷനാണ്. അതിൽ നിന്ന് നമുക്ക് ഡിഫറെൻറ്റ് ലാംഡ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഈ കേസിൽ എങ്ങനെ വരും. ഫസ്റ്റ് മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ ഈ മൈനസ് ലാംഡ ഇൻറ്റു -3 -3 മൈനസ് ലാംഡ -2 ഇൻറ്റു 1 ദാറ്റ് ഈസ് -2 -2 വിച്ച് ഇസ് ഈക്വൽ ടു 3 ലാംഡ പ്ലസ് 3 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ പ്ലസ് 2 ഓർ ലാംഡ സ്ക്വയർ പ്ലസ് 3 ലാംഡ പ്ലസ് 2. The lambda values are lambda 1 and lambda 2. രണ്ട് വാല്യൂസ് കിട്ടും ലാംഡയ്ക്ക്. ലാംഡ 1 is equal to 1 and lambda 2 is equal to 2. These are the eigen values of this matrix. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കേസിൽ ലാംഡയുടെ ടൈമിലാണ് നമ്മൾ പോളിനോമിയൽ കൺസ്ട്രക്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ഐ ആണ് സൊല്യൂഷനായിട്ട് കിട്ടേണ്ടത്. ഐ വാല്യൂസ് ആണ് നമ്മുടെ സൊല്യൂഷൻ. സോ നമുക്ക് മൈനസ് ലാംഡയ്ക്ക് വരെ മൈനസ് ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നോക്കുക, ഇത് 3/3 മെട്രിക്സ് ആണ്. ഡയഗണൽ എലമെൻറ്റ്സിൽ മാത്രമായിരിക്കും നമുക്ക് -i കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഇതിൻ്റെ യൂണിറ്റ് മെട്രിക്സ് ഏത് ഫോമിലായിരിക്കും? 1 0 0 0 1 0 0 0 1. അപ്പം ആ എലമെൻറ്റ്സിൽ മാത്രമേ നമുക്ക് മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം ix മൈനസ് i ഇൻറ്റു ഒമേഗ എക്സ്. ഫസ്റ്റ് ടേമിൽ -i കൊടുത്തു. ദെൻ സെക്കൻഡ് ടൈമും തേർഡ് ടൈമും അതുപോലെ തന്നെ ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. ഓർ i(yx) ഒമേഗ എക്സ് അതുപോലെ തന്നെ പ്ലസ് ഈ എലമെൻറ്റിന് നമുക്ക് -i എന്ന് കൊടുക്കാം. i(y)y മൈനസ് i ഇൻറ്റു ഒമേഗ വൈ പ്ലസ് i(y)z ഒമേഗ z ഈക്വൽ ടു 0. രണ്ടാമത്തെ ഇക്വേഷൻ. ദെൻ i(zx) ഒമേഗ എക്സ് പ്ലസ് i(zy) ഒമേഗ വൈ പ്ലസ് ലാസ്റ്റ് ടൈമിൽ -i കൊടുക്കണം. ദാറ്റ് ഈസ് i(z) മൈനസ് i ഇൻറ്റു ഒമേഗ z ഈക്വൽ ടു 0. ഇനി ഇതൊരു ഡിറ്റർമിനൻ്റ് ഫോമിൽ എഴുതിയതിന് ശേഷം നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. എന്നിട്ടത് അതിൽ നിന്നും അത് കാൽക്കുലേറ്റ് ചെയ്ത് i1 i2 i3 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യൊന്നും വേണ്ട. ഇതിനെ ആ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കിട്ടുന്ന സൊല്യൂഷൻസ് ആണ് നമ്മുടെ i1 i2 i3 ഓർ നമ്മുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യാസ് എന്ന് പറഞ്ഞു വെച്ചാൽ മാത്രം മതി. ഫോമിൽ ഇങ്ങനെ എഴുതാം, is equal to 0. The solutions of this equation are called the eigen values of I. The three solutions I is equal to 3 സൊല്യൂഷൻസ് 3 ഐക്ക് വാല്യൂസ് കിട്ടും. നമ്മൾ 2/2 മെട്രിക്സിന് നമുക്ക് 2 ലാംഡയല്ലേ കിട്ടിയത്, അതുപോലെ ഇവിടെ നമുക്ക് 3 ഐ വാല്യൂസ് കിട്ടും. i1 i2 i3 ആർ ദ 3
പ്രിൻസിപ്പൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷനാണ് കൺസിഡർ ചെയ്തത്. സോ നമുക്ക് കിട്ടുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യാസ് എന്താണ്? പ്രിൻസിപ്പൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യാസ് ആണ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് the principal axis and the eigenvalues associated with the rotation of a rigid body. Thank you.